എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് തെറ്റാണ്. ഇതിൽ എന്താണ് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റുമോ? കുറച്ച് സമയം തരാം. യെസ്, ടൈംസ് അപ്പ്. അത് കൺട്രി അല്ല, കൺട്രീസ് എന്നാണ് പറയാ, അല്ലേ? അത് ഒരുപാട് രാജ്യങ്ങളിൽ ഒന്ന്. അപ്പൊ കൺട്രീസ് എന്ന് പറയാം. ചൈന ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കൺട്രീസ് ഇൻ ദ വേൾഡ്. മനസ്സിലായോ? വേറെ 2 എക്സാമ്പിൾസ് പറയാം. അതുകൊണ്ട് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, നമ്മൾ എങ്ങനെയാ പറയാ? വൺ ഓഫ് മൈ ഫ്രണ്ട് ടോൾഡ് മീ എന്ന് പറയുന്നത്. വൺ ഓഫ് മൈ ഫ്രണ്ട് ടോൾഡ് മീ അല്ല, വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. ഓക്കെ, പ്ലൂറൽ ആണ് വേണ്ടത്. ഒരുപാട് ഫ്രണ്ടിൽ നിന്ന് ഒരാള്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ടോൾഡ് മീ. മനസ്സിലായോ? ഇനി വേറെ എക്സാമ്പിൾ. ഇപ്പൊ മോഹൻലാല് അല്ലെങ്കിൽ മമ്മൂക്ക ആയിക്കോട്ടെ. മമ്മൂക്ക ആരെയും കുഴപ്പമില്ല കേട്ടോ. മമ്മൂക്ക കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ആക്ടറാണ്. ഇപ്പൊ മമ്മൂക്ക ഈസ് വൺ ഓഫ് ദ ഫേമസ് ആക്ടർ ഇൻ കേരള എന്ന് പറയുന്നത്. മമ്മൂക്ക ഈസ് വൺ ഓഫ് ദ ഫേമസ് ആക്ടേഴ്സ്. ആക്ടർ അല്ല, ആക്ടേഴ്സ് ഇൻ കേരള. അങ്ങനെയാണ് പറയേണ്ടത്. മനസ്സിലായോ? അപ്പോ ഇതിന്റെയൊക്കെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാല്, ഒരുപാട് ആളുകളിൽ നിന്ന് ഒന്ന് എന്ന് പറയുന്ന സമയത്താണ് നമ്മൾ പ്ലൂറൽ ഉപയോഗിക്കുക, എസ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് ആണ്. വൺ ഓഫ് എന്ന് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ ഇവിടെ കോമന്റ് ചെയ്യണം. പിന്നെ ഇതൊക്കെ വളരെ ഈസിയാണ്, സിമ്പിൾ ആണ്, ഏറ്റവും ബേസിക് ആണ്. അപ്പൊ നമ്മൾ ഏറ്റവും ബേസിക് ആയ കാര്യങ്ങളും അഡ്വാൻസ് ലെവൽ കാര്യങ്ങളും ഞങ്ങളുടെ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സാണ്. നിങ്ങൾ ഫ്രീ ഉള്ള സമയത്ത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. 2 മാസത്തെ കോഴ്സ്, വളരെ ചെറിയ ഫീ. റിസൾട്ട് ഇല്ലെങ്കിൽ റീഫണ്ട് പോളിസി. നല്ല റിസൾട്ട് കിട്ടും, ഉറപ്പാണ്. 2 ദിവസം കൊണ്ട് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബയോ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.